പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മാമോദീസ ഈശോയിൽ ഉള്ള ജനനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:3 യേശു നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നമുക്കറിയാം, ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചിപ്പിച്ച് നമ്മെ ദൈവമക്കളും സഭയിലെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികൾ ആക്കുന്ന ഉദാശയാണ് മാമോദീസ. ഇതുവഴി ഈശോയിലുള്ള ജീവിതം നാം ആരംഭിക്കുകയാണ്. മാമോദീസായിലൂടെ ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും നാം ജനിക്കുകയാണ്. മാമോദീസ വഴി ദൈവീക ജീവനിൽ നമുക്ക് പങ്കുചേർന്ന് ദൈവമക്കളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. എല്ലാവരും സത്യദൈവത്തെ അറിയണമെന്നും രക്ഷിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് ദൈവിക ജീവൻ നഷ്ടപ്പെടുകയും ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു പോവുകയുമാണ് ചെയ്യുന്നത്. നമ്മിലേക്ക് ദൈവിക ജീവൻ എത്തിക്കുന്ന നീർച്ചാലുകളാണ് കൂദാശകൾ. ഈശോ ആകുന്ന ഉറവിടത്തിൽ നിന്നുമാണ് ഈ നീർച്ചാലുകൾ ഒഴുകുന്നത്. ദാഹിക്കുന്നവർക്ക് ഈശോ ജീവജലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ ജീവജലമാണ് ദൈവിക ജീവൻ അഥവാ കൃപാവരം. യോഹന്നാൻ 4:13-14 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും എന്ന്. ഒരിക്കൽ ഈശോ യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഒരു കിണറ്റിൻ്റെ കരയിലിരുന്നു. ആ സമയം ഒരു സമറിയക്കാരി വെള്ളം കോരാൻ അവിടെ വന്നു. ആ സ്ത്രീയുമായി സംസാരിക്കുന്നതിനിടയിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും എന്ന്. യോഹന്നാൻ 7:37 യേശു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യേശു ഇത് പറഞ്ഞത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മൾ ദൈവിക ജീവൻ നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനാണ് പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.